എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറച്ച് പേര് നമുക്ക് ഈ ഒരു ഫോട്ടോ അയച്ചിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ ഒരു മോഡൽ പട്ടുപാവാടന്റെ ബ്ലൗസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ ആളുകൾക്ക് എങ്ങനെയാ ചെയ്യാമെന്നും ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പാറ്റേൺ എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഇപ്പൊ ഒരു 6 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടീന്റെ അളവിലാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളുടെ അളവിലേക്കും അതുപോലെ തന്നെ വലിയ ആളുകളുടെ അളവിലേക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മെയിൻ ഫാബ്രിക് ഒരു 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഒത്തിരി ഡിസൈൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഫാബ്രിക് ആവശ്യമാണ് കേട്ടോ. പിന്നെ ഇതിൽ ലൈനിങ് ആയിട്ട് ഒരു 3/4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫാബ്രിക്കും കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ക്രോസ് പീസ് ഒക്കെ വേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്തിട്ടൊന്നല്ല ഇട്ടിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ നമുക്കൊന്ന് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൽ വരച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആക്ച്വൽ ഷോൾഡർ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആണ്. ഇവിടെ നമുക്ക് ബാക്കിൽ വൈഡ് ആയിട്ട് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. പക്ഷെ ബാക്കിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഈ നെക്കിന്റെ പോർഷൻ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കാം, കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയെങ്കിലും നമ്മൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ആക്ച്വൽ ഷോൾഡർ വിത്ത് സീം അലവൻസോട് കൂടി 5.5 ആയിരുന്നു. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 5 ഇഞ്ചാണ് ഞാൻ ഇവിടെ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് കുട്ടി ആയതുകൊണ്ട് ഒരു 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം താഴേക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 4 ഭാഗം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം ഈസും കൂടി ചേർത്തിട്ടുള്ള അളവ് വേണം എടുക്കാൻ. അപ്പൊ ഞാനിവിടെ 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പൊ 6.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ സൈഡിൽ സീം അലവൻസ് മാർക്ക് ചെയ്യാൻ പേപ്പറിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അത് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടേക്ക് ആം ഹോൾ വരയ്ക്കാം. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേറെ വേറെ ആം ഹോൾ ഒന്നും വരയ്ക്കുന്നില്ല, ഒറ്റ ആം ഹോളേ വരയ്ക്കുന്നുള്ളൂ. വലിയ ആളുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേറെ വേറെ ആം ഹോൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ആം ഹോളിന്റെ അളവ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. മുകളിൽ നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ലൈനിൽ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ആ 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്രയാണോ നിങ്ങൾക്ക് കിട്ടേണ്ട അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്കിവിടെ 5.75 ഇഞ്ചാണ് വേണ്ടത്. കുട്ടീന്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 11.5 ആണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5.75 ഇഞ്ചാണ്. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് വേണം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരച്ചല്ലോ, ആ ലൈനിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടി എത്രയാണോ നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടി വരയ്ക്കുക. സെയിം ഇതേപോലെ തന്നെ വരയ്ക്കുക. മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും നമുക്ക് ആം ഹോൾ ഇങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഈ ഒരു ടോപ്പിന് ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 12 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ഈ 12 ഇഞ്ച് ലെങ്ത്തിലേക്ക് മുകളിൽ 1/2 ഇഞ്ച് താഴെ 1/2 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 13 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 9.5 ആണ്. പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ട് 10 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് വിഡ്ത്ത് അതിന്റെയും 4 ഭാഗം വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം ഈസും കൂടി ചേർത്തിട്ടുള്ള അളവ് വേണം മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞാനിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ നമ്മൾ ബോട്ടം വിഡ്ത്ത് ആയിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ ഭാഗത്തും സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അയൺ ചെയ്യുക കേട്ടോ. ചുളിവുകൾ വരാൻ പാടില്ല. ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കിയതിന് ശേഷം ഈ സൈഡിൽ കുറച്ച് ഫാബ്രിക് നിൽക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതേപോലെ ഈ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു ക്രോപ്പ് ടോപ്പിന്റെ ബാക്കിലാണ് പാറ്റേൺ വരുന്നത്. പാറ്റേൺ എങ്ങനെയാ മേക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൽ താഴെ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണ്. അപ്പൊ ആ ഹാഫ് ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ചിലപ്പോൾ നമുക്ക് മായ്ക്കാനുണ്ടാവും, അതുകൊണ്ടാണ് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചിലാണ് ഞാൻ ആ ഒരു ക്ലോത്ത് ഇങ്ങനെ പ്ലീറ്റ് പോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കാണുമ്പോൾ അറിയാം, ബാക്കിൽ നമ്മൾ ഇതേപോലെ ഒരു പ്ലീറ്റ് പോലെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ചാണ് തിക്നെസ് കൊടുക്കുന്നത്. 6 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് കൊടുക്കുന്നു. ഒരു 1 ഇയർ ഒക്കെ ഉള്ള ബേബി ആണെങ്കിൽ ഈ 2 ഇഞ്ച് കുറച്ച് അധികമായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് എന്നാക്കുക. വലിയ ആളുകളാവുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഇഞ്ച് വരെ കൊടുക്കുക കേട്ടോ. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ പാറ്റേൺ കാണിച്ചു തരാം. അളവുകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരുത്താം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി നമ്മൾ മുകൾ ഭാഗത്തേക്കാണ് വരുന്നത്. മുകളിൽ 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ആ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇപ്പം 2.5 ഇഞ്ചാണ് ആക്ച്വൽ ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിലേക്ക് വേണ്ടിയിട്ട്. ഒരു 1 ഇഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതായത് ഹൂക്കിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹൂക്ക് വരുന്നുണ്ട്. ആ ഒരു ഹൂക്കിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അളവ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് എക്സ്ട്രാ ആയിട്ട് സീം അലവൻസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഈ ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ പകർത്തി വരയ്ക്കുക ചെയ്യുക കേട്ടോ. മുകളിൽ ഈ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ എത്രയാണോ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 7ന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5, അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3.5 മാർക്ക് ചെയ്ത ഭാഗത്തുള്ള വിഡ്ത്ത് എടുക്കുമ്പോൾ അവിടെ 6 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇഞ്ച്. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേപ്പ് വെച്ചൊന്ന് മടക്കി കൊടുത്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് സെന്റർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ എന്തിനാ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ബ്ലൗസിന്റെ പകുതി ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഫോൾഡ് ചെയ്തിടുമ്പോൾ പകുതി ഭാഗമാണ്. ഈ പകുതി ഭാഗത്തിന് നമ്മൾ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പകുതി പോർഷനിൽ ഓപ്പണിങ്ങും ബാക്കി പകുതി പോർഷൻ നമ്മുടെ ഫാബ്രിക് വരുന്ന ഭാഗം രീതിയിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് സെന്റർ ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ ആം ഹോളിന്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് പോകും. ബാക്കി ഇത്രയും പോർഷനാണ് ഫാബ്രിക് കാണുന്ന പോലെ ഉണ്ടാവുക. എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി നമുക്ക് കുറച്ചും കൂടി ഓപ്പണിങ് കൊടുക്കാം, കാരണം ഫാബ്രിക് അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം വരച്ച ലൈൻ ഇതേപോലെ മായ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെൻസിൽ വെച്ച് വരയ്ക്കാൻ പറയുന്നത് കേട്ടോ. എപ്പോഴും നമുക്ക് ഇതേപോലെ റെഫറൻസ് പിക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ അളവുകൾ കാര്യങ്ങൾ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ അതിൽ വേരിയേഷൻസ് വരുത്തിയാണ് നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിട്ട് അത് വരിക കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ 7 ഇഞ്ച് ലെങ്ത്തിൽ 3.5 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ ഒരു ബോക്സ് നമുക്ക് ആ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് പിക്കിൽ മുകൾ ഭാഗത്തുനിന്ന് മാത്രം ഒരു കേവ് വരുന്നുണ്ട്, താഴെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സെന്റർ കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന ഭാഗം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അതേപോലെ നിർത്തുന്നുണ്ട്. മുകളിൽ ഈ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഈ സെന്ററിലേക്ക് ഒരു കേവ് ഷേപ്പ്, നമുക്ക് വേണ്ട ഷേപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കൈ വെച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പ് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരച്ച അതേ ഷേപ്പ് തന്നെ വരയ്ക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പൊ അതേപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് കറക്റ്റ് അളവാണ്, അതായത് എൻ്റെ സ്റ്റിച്ചിങ് ലൈൻ ആണ്. ഇതിലേക്ക് ഞാൻ ഇനി സീം അലവൻസും കാര്യങ്ങളും ഒന്നും തന്നെയും കൊടുക്കുന്നില്ല, കാരണം ക്യാൻവാസ് പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫാബ്രിക്, അതായത് ഓൾറെഡി ലൈനിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ മുകളിലെ നെക്കിന്റെ പോർഷനിലായാലും ശരി, താഴെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ പാറ്റേണിലായാലും ശരി, ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ സീം അലവൻസ് വെച്ചിട്ട് ആ സീം അലവൻസിലൂടെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള മെയിൻ ഫാബ്രിക് ഇതേപോലെ മടക്കിയിടാം. മടക്കിയിടുന്ന സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമല്ല, ഇതിന്റെ 2 പീസുകൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നമ്മളൊരു 1 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് ഹൂക്ക് വയ്യും വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ, നമ്മുടെ അളവ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാറ്റേൺ അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക. ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ആ 1.5 ഇഞ്ച് സീം അലവൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നെക്കും അതുപോലെ തന്നെ പാറ്റേണും ഒന്നും മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തിട്ടില്ല.
സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള പീസിലും ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഉള്ളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇതേപോലെ കട്ട് ചെയ്യാണ്. നിങ്ങൾ ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ക്യാൻവാസ് പേപ്പറിലല്ല നിങ്ങൾ ലൈനിങ് ഉള്ളതുകൊണ്ട് മെയിൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നെക്കിന്റെ ഭാഗത്തും താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന പാറ്റേണിലും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ക്യാൻവാസ് പേപ്പറിൽ ഞാൻ സെയിം ഇതേ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത് കാണിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ എടുക്കുമ്പോൾ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ബാക്കിലെ പീസിന് ഈ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാറ്റേൺ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ നെക്കിന്റെ ഭാഗത്ത് അതുപോലെ താഴ്ഭാഗത്ത് എത്രയാണോ നമ്മുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നെക്കിന്റെ വിടുത്തായിട്ട് ഞാൻ 2.5 ആണ് കൊടുത്തത്. ആ 2.5ന്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത്, കാരണം ഈ 1/2 ഇഞ്ച് നമ്മൾ നീക്കിയിട്ടാണല്ലോ മാർക്ക് ചെയ്യുന്നത്, ആ 1/2 ഇഞ്ചും കൂടി ചേർത്ത് 3 ഇഞ്ച് അവിടെ വിടുത്തുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ താഴെയും ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്താണോ നമ്മുടെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് ക്യാൻവാസ് പേപ്പർ എക്സ്ട്രാ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ ഞാൻ കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോവാതിരിക്കാനും നമ്മുടെ ഈ ഒരു വിടുത്ത് നമ്മൾ വരച്ചിരിക്കുന്ന ഈ പാറ്റേൺ വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. താഴെ ശരിക്കും അങ്ങനെ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒഴിവായി പോകുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാബ്രിക്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ടിലേക്കുള്ള നെക്കും ക്യാൻവാസ് പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചാണ് നെക്ക് എടുത്ത് 4.5 ഇഞ്ച് ഞാൻ നെക്കിന് ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. പിന്നെ 4 ഇഞ്ച് നെക്കിന് ലെങ്ത് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ ഒരു റൗണ്ട് വരുന്ന മോഡലിലുള്ള ഒരു വി ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതായത് കറക്റ്റ് വി ഷേപ്പ് അല്ല, ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിലുള്ള ഒരു വി ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ സെൻറ്റർ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലും കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് വെച്ചാൽ ആ ഫാബ്രിക്കിലൊന്ന് അയൺ ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള പീസും നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്ന ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. ഈ കോർണേഴ്സ് ഒക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് മടക്കി കിട്ടുള്ളൂ കേട്ടോ. അപ്പം മടക്കിയിട്ട് ജസ്റ്റ് അരികു വശങ്ങളൊന്ന് എന്താണോ നമ്മുടെ ക്യാൻവാസ് പേപ്പറിലെ ഷേപ്പ് വെച്ചാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് പീസും അതുപോലെ തന്നെ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്യുക. ഇനി എക്സ്ട്രാ ഫാബ്രിക് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷേപ്പ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ബാക്കിലേക്കുള്ള ക്യാൻവാസ് പേപ്പറിന്റെ സെൻറ്റർ നമുക്ക് കട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്ററാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിന്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലെ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിന്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് എല്ലാ വശങ്ങളും, അതായത് എല്ലാ ഭാഗവും ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ട് പീസിന്റെ മുകളിൽ, നല്ല വശത്തിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ വെക്കുക. സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് പേപ്പർ എത്തുന്നത് വരെ ചെയ്തിട്ട് നിർത്തുക ആ ഒരു സ്റ്റിച്ച്. ഇത് കറക്റ്റ് സെന്ററിൽ അങ്ങനെ ഇരുന്നോളൂ. ഇനി ഇളകി പോവില്ല. ഇനി നമുക്ക് പിൻ കുത്തി കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അതിനുശേഷം എന്താണോ നിങ്ങൾ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിരിക്കുന്ന നിങ്ങളുടെ നെക്കിന്റെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് ബാക്കി ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ക്യാൻവാസ് പേപ്പറും താഴെ ഇരിക്കുന്ന മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒന്നിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ, അതായത് ആ പോയിന്റഡ് ആയിട്ട് വരുന്ന ഭാഗം, അവിടെ കറക്റ്റ് ഇതേപോലെ ആ ക്യാൻവാസ് പേപ്പർ എത്തുന്നവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളരുത്. എന്നാൽ ആ സ്റ്റിച്ചിന്റെ തൊട്ടടുത്തായി കൊണ്ട് ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക.
എന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഗം പോയിന്റഡ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണേ. ഇനി നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സീം അലവൻസും ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി എന്താണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചൊന്ന് പതിച്ചും കൂടി അടിച്ചാൽ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഷോൾഡറും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം പതിച്ചടിക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ് വരാൻ വേണ്ടി പോകുന്നത് ബാക്ക് പീസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇഞ്ച് വിടത്തിൽ അത്യാവശ്യം ലെങ്ത്തിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് സീം അലവൻസിൽ ഇതേപോലെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത ഭാഗം സെന്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മറിച്ചെടുക്കുമ്പോൾ 2 സൈഡിലും നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെന്ററിൽ വരുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാനിവിടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതേപോലെ സെന്ററിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 സൈഡിലും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാം. ഞാൻ ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സെന്ററിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാവണം. അപ്പോൾ അതേപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കോർണേഴ്സ് ഒക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മറിച്ചെടുക്കുക. അതായത് നമ്മൾ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒഴിഞ്ഞ് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറിച്ചെടുക്കാം. അപ്പം മറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തതിന് ശേഷം ഇതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. അതായത് നമുക്ക് ഇപ്പോൾ സെന്ററിൽ ഒരു സ്റ്റിച്ച് ഇരിക്കുന്നുണ്ട്. ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു സൈഡിലേക്കും 1/4 ഇഞ്ച് അടുത്ത സൈഡിലേക്കും നമുക്ക് ഈ ഡോറി കടത്തിയെടുക്കാനുള്ള ഒരു തിക്നെസ് വെച്ചിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഡോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഡോറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഷോർട്ട് വീഡിയോസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡോറി ഇട്ട് കൊടുക്കുക. ഡോറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലെങ്ത്ത് എടുക്കുക. അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. കാരണം കെട്ടി കൊടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാകുമ്പോഴാണ് ഭംഗി. അപ്പോൾ കുറച്ച് ലെങ്ത്തിലാണ് നിങ്ങളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോറി ഒന്ന് കടത്തിയെടുക്കാം. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് നമ്മൾ കടത്തിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ 2 പീസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിലേക്ക് അത് വന്നിട്ട് ചുരുങ്ങിയിരിക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് 2 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൽ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് എല്ലാ വശങ്ങളും ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വൃത്തുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന് മുകളിൽ ഈ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ മറിച്ചെടുത്തിട്ട് ഈ ഒരു പീസിന്റെ ഒരു എൻഡ് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അവിടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് വരും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് അവിടെ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മറിച്ചെടുത്തിട്ട് ഉള്ളിലൂടെ ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സെയിം ഇതേപോലെ തന്നെ 2 പീസും ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അതേപോലെ പിൻ കുത്തിയതിന് ശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ്, ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വിട്ടിരുന്നു. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു 1 ഇഞ്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പീസാണ്, അതായത് ഹൂക്ക് ഇട്ട് കൊടുക്കുന്ന പീസാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് വരും. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ അതേ പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു കേർവ് പോർഷൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് നിർത്തി കൊടുക്കുക. സ്റ്റിച്ച് നിർത്തിയാൽ മതി, സൂചി എടുക്കൊന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുത്തി കൊടുത്തിട്ടുള്ള പിൻ ഇതേപോലെ നയിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് താഴ്ഭാഗം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള താഴ്ഭാഗമാണ്. അപ്പോൾ ഈ താഴ്ഭാഗത്തിന്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ഈ സീം അതായത് സെന്ററിലൂടെ സ്റ്റിച്ച് പോകുന്ന ഈ സീം അലവൻസ്
ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ ഈ ഒരു പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വരുന്ന കറക്റ്റ് നമ്മുടെ ആ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഒരു പീസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ കുറച്ചുണ്ടോ എന്നുള്ളത് ഒരു 1/2 ഇഞ്ചെങ്കിലും പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ഓൾറെഡി നിർത്തിയിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഈ ഒരു പീസ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഈ ഷേപ്പ് പ്രകാരം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പീസിന് നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിന് നല്ല വശം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ ലൈൻ, അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറിച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഷോൾഡർ ലൈൻ കറക്റ്റായിട്ട് വരും. ഈ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുമ്പോൾ ആ ഒരു ജോയിൻ ചെയ്ത ആ പോർഷനിൽ സീം അലവൻസ് ഉണ്ടാവില്ല, വൃത്തിക്കിരിക്കും. എന്നിട്ട് നിങ്ങൾക്കൊന്ന് നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പതിച്ചൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ താഴെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ക്യാൻവാസ് പേപ്പർ നമ്മൾ നേരത്തെ വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചൊരു 1/2 ഇഞ്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഓൾറെഡി നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ച്ചതാണ്. അപ്പോൾ അത് ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയിട്ടൊന്ന് ഇങ്ങനെ ഉള്ളോട്ട് വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് പ്രകാരം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതായത് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്താണോ നമ്മുടെ ഷേപ്പ് ആ ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഷോൾഡറിൻ്റെ പോർഷനിൽ എത്തുമ്പോൾ ഈ ഒരു ഷോൾഡർ ലൈനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ബാക്ക് പീസിലേക്ക് ഈ ഒരു സീം അലവൻസ് വെച്ചിട്ട് ഈ ഷോൾഡർ ലൈനും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ നിർത്തുന്നുണ്ട്. ഇതുവരെ നിർത്തിയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിർത്താം. നമ്മൾ ഓൾറെഡി ഒരു 1 ഇഞ്ച് കണക്കാക്കിയിട്ടാണ് ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു 1 ഇഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അല്ല, നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് പുറമേക്ക് കാണുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഹെം ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് താഴെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണിക്കൂല, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ 1 ഇഞ്ചും കൂടി കഴിഞ്ഞിട്ട് ഇതേപോലൊരു സ്റ്റിച്ചും കൂടി എന്താണോ നമ്മുടെ ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പ് പ്രകാരം ഒരു സ്റ്റിച്ചും കൂടി ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏകദേശം സ്റ്റിച്ചൊക്കെ സെയിം ആണ്. പക്ഷേ ഈ ഒരു ഹൂക്കും ഐയും വരുന്ന ഭാഗത്ത് മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാം. ഒന്ന് നമുക്ക് ഈ നെക്കും അതുപോലെ തന്നെ താഴെയുള്ള ഈ പാറ്റേണും മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഹൂക്കിൻ്റെ ഈ ഒരു ഐ കൊടുക്കുന്ന ഭാഗം അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് സാധാരണ ഹൂക്കും ഐയും കൊടുക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് വേണ്ടി ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ടായി മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1 ഇഞ്ചാണ് അവിടെ ഗ്യാപ്പ് ഉള്ളത്. എത്രയാണോ നിങ്ങൾ കൊടുത്ത ഗ്യാപ്പ് വെച്ചാൽ ആ ഗ്യാപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ 1 ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ എൽ ഷേപ്പിൽ കുറച്ച് ലെങ്ത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ. 3 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുക. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ലെങ്ത് ആയിട്ട് 1 ഇഞ്ച് നമ്മുടെ കറക്റ്റ് ലെങ്ത് ആണുള്ളത്. വിഡ്ത്ത് ആയിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വിഡ്ത്ത് എടുക്കുന്നുണ്ട്. ഈ 1.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മെയിൻ ഫാബ്രിക് എടുക്കുന്നുണ്ട്. ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിൻ ഫാബ്രിക് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഇപ്പോൾ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് അതിൻ്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പിൻ കുത്തി കൊടുക്കുക. ഇത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. എന്താണോ നമ്മുടെ ഷേപ്പ് വെച്ചാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു 1/2 ഇഞ്ച് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഈ 1 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം താഴെ ഇരിക്കുന്ന ഈ ഒരു പാറ്റേണിലേക്ക് വരാം. ഈ ഒരു കർവ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. കർവ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാൻ മറക്കരുത്. വെച്ച് കൊടുത്തിട്ട് അതും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. 1/4 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ ഒരു പീസ് ഇതേപോലെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വരും.
ഇതേപോലെ മറിച്ചെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പീസും ഈ ഒരു പീസും തമ്മിൽ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്കി സ്റ്റിച്ചൊക്കെ സെയിം ആണ്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. ഈ ഒരു പീസും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഫ്രണ്ട് പീസിലെ നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിന്റെ താഴ്ഭാഗം നമ്മൾ റോ എഡ്ജസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതായത് ബാക്ക് പീസിന്റെ അതേ ലെങ്ത്തിൽ തന്നെ ഫ്രണ്ട് പീസിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് റഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ പ്ലീറ്റ് വരുന്ന മോഡലുള്ള സ്ലീവാണ്. ഒരു 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പീസ് എടുക്കാതെ ക്രോസ് പീസ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫാബ്രിക് ഈ ഒരു ടോപ്പിന് വേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നിർബന്ധമായിട്ടും ക്രോസ് പീസ് തന്നെ എടുക്കുക. സ്ട്രെയിറ്റ് പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആം ഹോളിന്റെ ആ ഒരു പോർഷൻ അതേപോലെ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പ്ലീറ്റും കൂടി വരുമ്പോൾ 4 ഇഞ്ച് വിടത്തിൽ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് വലിയൊരു പീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ എടുത്തതിന് ശേഷം അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾറെഡി പ്ലീറ്റ് ഇട്ട് കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ ഒന്നിച്ച് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തും കൊണ്ട് തന്നെ പ്ലീറ്റ് ഇട്ടങ്ങ് പോവാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തും കൊണ്ട് തന്നെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം സീം അലവൻസ് ഈ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നമ്മുടെ ആ ഒരു പ്ലീറ്റ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ദേഹത്ത് കുത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ സീം അലവൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ ഹൂക്കും അയ്യും കൊടുത്തെടുക്കുക. ഞാൻ കൊടുത്തെടുത്തിട്ടില്ല, അതും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഡോർ ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ കറക്റ്റ് സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഡോറിൻ്റെ അടിയിലായിട്ട് ഞാൻ ചെറിയൊരു ചെണ്ട് പോലെ ചെയ്തിട്ടുണ്ട്. നോർമലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ഉള്ള ടൈപ്പ് വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടുപാവാടൻ്റെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് വളരെ പ്ലെയിൻ ആയിട്ടൊരു വീനക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് പോർഷനാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.